നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 3 ശനിയാഴ്ച, ധനു 19. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ആന്റണി രാജു MLA പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ വിധി ഇന്ന്. മയക്കുമരുന്നുമായി പിടിയിലായ വിദേശിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്ന കേസിലാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത്. കോടതി ജീവനക്കാരനായിരുന്ന KS ജോസും അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും യഥാക്രമം 1ഉം 2ഉം പ്രതികളായ കേസിൽ 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് വിധി വരുന്നത്. നിലവിൽ ആന്റണി രാജു MLA ആണ്. കേസിന്റെ വിചാരണ കഴിഞ്ഞ മാസം 16-ന് പൂർത്തിയായി. 29 സാക്ഷികളിൽ 19 പേരെ വിസ്തരിച്ചു. മരണം, രോഗം എന്നിവ മൂലം 8 പേരെ ഒഴിവാക്കി, മറ്റു 2 പേരെ പ്രോസിക്യൂഷനും ഒഴിവാക്കി. 1990-ലാണ് കേസിനാസ്പദമായ സംഭവം. ലഹരിമരുന്നുമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഒരു വിദേശി പിടിയിലായി. ഇയാളെ തിരുവനന്തപുരം ജില്ലാ കോടതി 10 വർഷത്തേക്ക് ശിക്ഷയ്ക്ക് വിധിച്ചു. കേസിൽ ഹൈക്കോടതിയിൽ അപ്പീലെത്തുമ്പോഴാണ് തിരിമറികൾ നടന്നത്. വിദേശിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അഭിഭാഷകൻ ആന്റണി രാജു തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്നാണ് കേസ്. ഹൈക്കോടതിയിലെത്തിയപ്പോൾ തൊണ്ടിമുതലായ അടിവസ്ത്രം പ്രതിക്ക് ചേരുന്നതായിരുന്നില്ല. തൊണ്ടിമുതലിൽ കൃത്രിമം വരുത്തിയതോടെ പ്രതിയെ കേസിൽ നിന്ന് ഒഴിവാക്കി. പിന്നാലെ മറ്റൊരു കേസിൽ വിദേശത്ത് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ഇയാൾ സഹതടവുകാരുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തി. സഹതടവുകാരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് 1994-ലാണ് കേസെടുത്തത്. ഇന്റർപോൾ CBI അറിയിക്കുകയും CBI കേരള പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു. അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും കോടതി ജീവനക്കാരനായിരുന്ന ജോസും ചേർന്ന് തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. 2014-ലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു സുപ്രീം കോടതിയെ വരെ സമീപിച്ചു. എന്നാൽ കേസിൽ വിചാരണ നടക്കട്ടെ എന്ന് കോടതി നിർദ്ദേശിച്ചു. തുടർന്നാണ് വഞ്ചിയൂർ കോടതിയിൽ നിന്ന് കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി വിചാരണ പൂർത്തിയാക്കിയത്. വിചാരണയ്ക്കിടെ വീണ്ടും 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ചില വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തു. ഈ വകുപ്പുകളിലും വാദം കേട്ട ശേഷമാണ് ഇന്ന് കോടതി വിധി പറയുന്നത്. 24 തിരുവനന്തപുരം. ഇനി വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24-ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രദേശ്, കോഴിക്കോട്ട് നിന്ന് സമീർ C മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് റാഫി കരീം എന്നിവർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്നത് പ്രേക്ഷകരുമായി MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് വിശദീകരിക്കും. MG പ്രദേശ്, ഗുഡ് മോർണിംഗ്. തൊണ്ടിമുതൽ തിരിമറി കേസുമായി ബന്ധപ്പെട്ട വിധി ഇന്ന് വരാൻ പോകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ, അതിൻ്റെ അപ്ഡേറ്റ്, അങ്ങനെ തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിവരങ്ങൾ പ്രതീക്ഷ. TK, വാർത്താ സമ്പന്നമായ ദിനമാണ് തെക്കൻ കേരളത്തെ സംബന്ധിച്ച്. പ്രധാനമായും തൊണ്ടിമുതലുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ആന്റണി രാജുവിന് ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ തൊണ്ടിമുതൽ കേസിൽ വിധി വരുന്നത്. ആന്റണി രാജു സുപ്രീം കോടതി വരെ പോയിട്ടും ഈ വിചാരണ നടക്കട്ടെ എന്നുള്ള കോടതി നിലപാടാണ് ആന്റണി രാജുവിന് തിരിച്ചടിയായിട്ടുള്ളത്. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വിധി പറയുന്നത്. ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കുമെന്നതാണ് ഏറെ നിർണായകമായ കാര്യം. ഈ ആദ്യഘട്ടത്തിൽ തുടർ നടപടികൾ ഉണ്ടാകാതിരുന്ന കേസിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് അതിൽ ഒരു നടപടി ഉണ്ടാവുകയും പിന്നീട് വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന കുറ്റങ്ങൾ, വകുപ്പുകൾ പിന്നീട് ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധി ആന്റണി രാജുവിനെ സംബന്ധിച്ച ഏറെ നിർണായകമാണ്. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടക്കാല റിപ്പോർട്ട് മറ്റന്നാൾ SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് SIT. നേരത്തെ റിമാൻഡിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു എന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായ അന്വേഷണവും SITയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലെ 2ാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വഞ്ചിയൂർ കോടതി വിധി പറയും. TK.
ശരി, മുൻ മന്ത്രി ആന്റണി രാജുവിന് ഇന്ന് നിർണായക ദിനമാണ്. ഇതുൾപ്പെടെ തൊണ്ടിമുതൽ കേസിന്റെ വിധി ഇന്ന് വരുന്നതുൾപ്പെടെ തെക്കൻ കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് വരാനിരിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നണികളുടെ ഒരുക്കങ്ങളാണ്. BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും എന്നാണ് സൂചന. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ, വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ ആദ്യ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഈ മാസം പകുതിയോടെ മണ്ഡലങ്ങളിൽ പ്രചാരണം തുടങ്ങാനാണ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞ ഇടങ്ങളിൽ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പ്രകാരം 30,000-ലധികം വോട്ടുകളുള്ള 29 മണ്ഡലങ്ങളും 40,000-ലധികം വോട്ടുകളുള്ള 7 മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചാകും പ്രവർത്തനം ശക്തിപ്പെടുത്തുക. SIR-ൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് ചേരും. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമുള്ള രണ്ടാമത്തെ അവലോകന യോഗമാണ് ഇന്ന് ചേരുക. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. ഹിയറിംഗിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതായി കഴിഞ്ഞ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരുന്നു. ഇതിന്റെ പുരോഗതി ഇന്നത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിക്കും. ഹിയറിംഗ് നടപടിയുമായി ബന്ധപ്പെട്ടു വരുന്ന ആശങ്കകൾ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കും. അതേസമയം കരട് പട്ടികയ്ക്കുമേൽ തിരുത്തലുകളും ആക്ഷേപങ്ങളും സ്വീകരിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. ഇതുവരെ 96,785 പുതിയ വോട്ടർമാരുടെ അപേക്ഷകളാണ് ഫോം 6 വഴി ലഭിച്ചത്. കേട്ടറ്റ് യോഗ്യതയിൽ പുതിയ ഉത്തരവിറങ്ങിയതോടെ അധ്യാപക സംഘടനകൾ പ്രതിഷേധത്തിൽ. CPIM-ന്റെ അധ്യാപക സംഘടനയായ KSTE അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. 65,000-ലധികം അധ്യാപകരുടെ ഭാവിയെ ബാധിക്കുന്ന ഉത്തരവാണ് എന്നാണ് വിലയിരുത്തൽ. നടപടി സർക്കാർ പുനഃപരിശോധിക്കണമെന്നും കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും KSTE ആവശ്യപ്പെട്ടു. നിലവിൽ നിയമന അംഗീകാരം ലഭിച്ചതും സർവീസിൽ തുടരുന്നതുമായ അധ്യാപകരെ കേട്ടറ്റിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് AHSTA നിലപാട്. ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ട് ഇന്ന് സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകരോട് സമീർ വിശദീകരിക്കും. സമീർ, ഗുഡ് മോർണിംഗ്. പാലക്കാട് കാവശ്ശേരിയിൽ വയോധികയ്ക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാണ്. അതുപോലെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നേരത്തെ ചാടിപ്പോയ പ്രതിയെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല. പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പോലീസിനെതിരെ വിമർശനം ശക്തമായി വരുന്നൊരു ഘട്ടം കൂടിയാണ്. ഇതുൾപ്പെടെ വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെ സമയം? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ മലബാറിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന 2 പ്രധാനപ്പെട്ട കേസുകളുടെ ഡെവലപ്മെന്റ്സ് തന്നെയാണ്. ഒന്ന്, പാലക്കാട് ഉണ്ടായിട്ടുള്ള വയോധികയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. പുറമ്പോക്കിൽ കഴിയുന്ന 65-കാരിക്ക് നേരെയായിരുന്നു ലൈംഗികാതിക്രമം ഉണ്ടായത്. സംഭവശേഷം പ്രതി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതേ തുടർന്ന് തന്നെ ഇപ്പോൾ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. BJP പ്രവർത്തകനായ സുരേഷാണ് ഈ 65-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത്. അതിനുശേഷം രക്ഷപ്പെട്ട പ്രതിയെ കണ്ടെത്താൻ പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. പക്ഷേ പ്രതി എവിടെയെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. പ്രതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ട പ്രതിക്കായുള്ള പോലീസിന്റെ അന്വേഷണവും തുടരുന്നു. ദൃശ്യക്കൊലക്കേസിലെ പ്രതിയാണ് ഈ വിനീഷ് എന്നുള്ള വ്യക്തി. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇതിനു മുമ്പും ഇങ്ങനെ ജയിൽ ചാടിയിട്ടുമുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ഈ പ്രതിക്കാനുള്ള അന്വേഷണം തുടരുന്നത്. 5 ദിവസമായും എവിടെയാണ് വിനീഷ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത പോലീസിന് ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് നേരത്തെ ഈ പ്രതി രക്ഷപ്പെട്ട വേളയിൽ എത്തിയിരുന്നത് ധർമ്മസ്ഥലിലായിരുന്നു. അതുകൊണ്ട് തന്നെ കർണാടക പോലീസിന്റെ കൂടെ സഹായം തേടിയിട്ടുണ്ട്. ഈ വേളയിലും ഈ പ്രതി ധർമ്മസ്ഥലെത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ മറ്റെവിടെയെങ്കിലും ഒളിവിൽ കഴിയുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്ന ശേഷമായിരിക്കും കേരള പോലീസ് കർണാടകയിലേക്ക് തിരിക്കുക. ഈ പ്രതിയുടെ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിരുന്നു. അതുപോലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിക്കൊണ്ടും വിശദാംശങ്ങൾ തേടിയിരുന്നു. ഇത്തരത്തിലുള്ള വിശദാംശങ്ങളൊക്കെ തേടുന്നുണ്ടെങ്കിലും പക്ഷേ പ്രതി എവിടെ എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല. DCPയുടെയും അതുപോലെ തന്നെ ടൗൺ ACPയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയൊക്കെ അന്വേഷണത്തിനായിക്കൊണ്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിയിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതി ജയിലിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്ക ദൃശ്യയുടെ കുടുംബത്തിനുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. അവർക്കും മതിയായ സുരക്ഷ ഒരുക്കണം എന്നുള്ള ആവശ്യം കൂടി ആ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റിജിത്ത്, ശരി. സമീർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ, അതിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു.
കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പ്രതി ചാടിപ്പോയ സംഭവത്തിൽ 5 ദിവസത്തോളം ആയിട്ടും പ്രതിയെ പിടികൂടാൻ, വിനീഷിനെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇനി കൊച്ചിയിലേക്കാണ്. റാഫി കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റാഫി, ഗുഡ് മോർണിംഗ്. മധ്യകേരളം ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. റാഫി. രഞ്ജിത്ത്, മധ്യകേരളത്തിൽ ഇന്ന് പ്രധാനമായുള്ളത് രാഷ്ട്രീയ വാർത്തകളാണ്. ആ രാഷ്ട്രീയ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടക്കുന്ന വിഷയങ്ങളാണ്. തൃശ്ശൂരിലെ മറ്റത്തൂരിലും വടക്കാഞ്ചേരിയിലുമായി നടക്കുന്ന പ്രശ്നങ്ങളാണ്. മറ്റത്തൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് BJP പിന്തുണയിൽ ജയിച്ച വൈസ് പ്രസിഡന്റ് വിമത പക്ഷത്തു നിന്നുള്ള നൂർജഹാൻ ഇന്ന് രാജിവെക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCC പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ അതേസമയം പ്രസിഡന്റ് രാജിവെക്കില്ല എന്നുള്ളതാണ് വിമതപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതോടുകൂടി കോൺഗ്രസിന് അല്പം ഒരു ആശ്വാസമുണ്ട്. വിമതപക്ഷത്തേക്ക് പോയ കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടി നടപടിയിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ കോൺഗ്രസിൽ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനവും കൂടി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് DCCക്ക് ഉണ്ടായിരിക്കുന്ന വീഴ്ചയെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്താമെന്നുള്ള ഉറപ്പും വിമതപക്ഷത്തിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വടക്കാഞ്ചേരിയിലാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കോഴ വിവാദത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകും. ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാവിലെ 11 മണിയോടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും തീരുമാനിച്ചിട്ടുണ്ട്. LDF ഭരണസമിതി, അതായത് ഈ 50 ലക്ഷം രൂപ നൽകി ഈ ലീഗ് സ്വതന്ത്രന്റെ പിന്തുണയോട് ജയിച്ച LDF ഭരണസമിതി രാജിവെക്കണമെന്ന ഒരു ആവശ്യമാണ് ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ എറണാകുളം ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു നീക്കമുള്ളത് ഇതുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളതാണ്. അതായത് നേരത്തെ ഒരു മരണമുണ്ടായിരുന്നു. ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു മരണത്തിൽ ഇന്ന് അന്വേഷണം ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുടുംബത്തിന്റെ പരാതി നിലവിലുണ്ട്. ആശുപത്രിക്കെതിരെയാണ് ഈ പരാതി ഉള്ളത്. എന്നാൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വിശദീകരണമായി പറയുന്നത്. എന്നാൽ കുടുംബം ആരോപിക്കുന്നത് ഈ സ്ത്രീയുടെ അവസ്ഥ, അതായത് ആരോഗ്യാവസ്ഥ അറിയിക്കുന്നത് സംബന്ധിച്ചും ഒപ്പം തന്നെ അടിയന്തരമായ സർജറി നടത്തുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിന് കാലതാമസമുണ്ടായി എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. റാഫി കരീം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. മറ്റത്തൂരിൽ നിന്നുള്ള തുടർ രാഷ്ട്രീയ വാർത്തകൾ, അതുപോലെ വടക്കാഞ്ചേരിയുടെ ഫോളോ അപ്പ്, അവിടെയുള്ള കോഴ ആരോപണത്തിന്റെ ഫോളോ അപ്പ് ഒക്കെ ഇന്നത്തെ വരും മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട വാർത്തകളായി മാറും. റാഫി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി മറ്റു റിപ്പോർട്ടിലേക്കാണ്. ഹൈന്ദവ രാഷ്ട്ര സിദ്ധാന്തം എതിർക്കപ്പെടണമെന്ന് CPIM നേതാവ് KK ശൈലജ. മോദി ഒരിക്കലും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് BJP നേതാവ് അൽഫോൻസ് കണ്ണന്താനം. സമൂഹത്തിൽ ഐക്യമുണ്ടാക്കലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വർഗീയ വിദ്വേഷത്തിന് വിലക്ക് വേണ്ടയെന്ന 24ന്റെ സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു CPIM BJP കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടർ. അതിഥികളായി CPM-ൽ നിന്ന് മുൻ ആരോഗ്യമന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ, സംസ്ഥാന മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അൽഫോൺസ് കണ്ണന്താനം എന്നിവർ പങ്കെടുത്തു. ഹൈക്കോടതി മുൻ ജഡ്ജിയും സാമൂഹ്യ നിരീക്ഷകനുമായ ജസ്റ്റിസ് B കെമാൽ പാഷയും എൻകൗണ്ടറിൽ പങ്കെടുത്തു. സമൂഹത്തെ മതം തിരിച്ച് വോട്ട് ബാങ്കായി മുന്നണികൾ കാണുന്നോ എന്ന വിമർശനം ഉയർത്തിയായിരുന്നു എൻകൗണ്ടർ ചർച്ച. സമീപകാലത്ത് ജാതി മത സംഘടനാ നേതാക്കളുടെയും രാഷ്ട്രീയക്കാരുടെയും പ്രതികരണങ്ങൾ അടക്കം ഉയർത്തിയായിരുന്നു ചർച്ച. കേരളം വർഗീയ സംഘർഷ ഭൂമികയായി മാറാത്തതിന് പ്രധാന കാരണം CPIM-ന്റെ ഇടപെടലെന്ന് KK ശൈലജ ടീച്ചർ. മതനിരപേക്ഷത നിലനിന്നാൽ മാത്രമേ നാനാത്വമുള്ള ഈ രാജ്യത്തൊരു ഏകത്വം ഉണ്ടാവുകയുള്ളൂ. അതിനെ ലംഘിക്കുന്ന ഹൈന്ദവ രാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നതിനെ തുറന്നെതിർക്കാൻ ആർക്കാ സാധിക്കുന്നത്? അതേസമയം കേരളത്തിൽ വിവിധ മതസമൂഹങ്ങൾക്കിടയിലെ ഐക്യം നിലനിർത്തി കൊണ്ടുപോകലാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നമ്മൾക്ക് സമൂഹത്തെ കലക്കുന്നതല്ല നമ്മുടെ നടപടി, സമൂഹത്തെ കോർത്തിണക്കി നിർത്തുന്നതാണ്. ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിച്ചോ അവരെ ഫൽസിച്ചോ അവരെ ചവിട്ടിത്തൂത്തോ മുന്നോട്ട് പോകുന്നതല്ല ജനാധിപത്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. BJP-യുടെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രം സൃഷ്ടിക്കലാണെന്ന KK ശൈലജയുടെ വിമർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് അൽഫോൺസ് കണ്ണന്താനം മറുപടി പറഞ്ഞു. മതസാമുദായിക വിഷയങ്ങൾക്കപ്പുറത്തേക്ക് കേരളത്തിലെ വികസനം കൂടി ചർച്ചയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്നോ
അങ്ങനെ ആയിരിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ മുടക്കുന്ന പൈസ 1 രൂപയുടെ 15 പൈസ മാത്രം ജനങ്ങളിൽ എത്തിക്കുന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് ഇന്ത്യയിൽ ഇതാ കാര്യങ്ങൾ ചെയ്തു. ടീച്ചറെ, അതല്ലേ മനുഷ്യന് ഏറ്റവും വേണ്ടത്? ആർക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്? എല്ലാവർക്കും വേണ്ടിയല്ല ചെയ്തിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ തോൽപ്പിക്കാനാകില്ലെന്നും ഇന്ത്യ എന്നും മതേതര രാഷ്ട്രമായി തുടരണമെന്നും ഹൈക്കോടതി മുൻ ജഡ്ജി ബി കമാൽ പാഷ പ്രതികരിച്ചു. ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ചെറുക്കാൻ ഒക്കത്തില്ല, തോൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യം കുതിച്ചു കയറാൻ മുകളിലോട്ട് പോകണം. അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതിന് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. മതേതര രാഷ്ട്രമായിട്ട് തന്നെ അത് നിൽക്കണം. ന്യൂസ് ഡെസ്ക് 24. എറണാകുളം പത്തടിപ്പാലത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. കളമശ്ശേരി സ്വദേശി സാജുവാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. റാഫി കരീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, രാവിലെ തന്നെ അപകടത്തിന്റെ വാർത്തയാണ്. ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? എപ്പോഴാണ് ഈ അപകടം റാഫി? റിജിത്ത്, ഇന്നലെ രാത്രി 11:45 കൂടിയാണ് കളമശ്ശേരി പത്തടിപ്പാലം മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ച് ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി 11:45 കൂടി അമിത വേഗതയിലെത്തിയ കാറിടിച്ചാണ് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റത്. അതിൽ സാജു ആണ് മരണത്തിന് കീഴടങ്ങിയത്. പിന്നിൽ ഉണ്ടായിരുന്ന സാജുവിൻ്റെ മരുമകന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സാജു കളമശ്ശേരി കുസാറ്റ് സ്വദേശിയാണ്. ഈ 11:45 കൂടി അപകടം ഉണ്ടാകുന്നത് ഈ അമിത വേഗതയിലെത്തിയ കാറിൻ്റെ നിയന്ത്രണം നഷ്ടമായി മുന്നിലുണ്ടായിരുന്ന സാജുവിൻ്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ സാജുവിൻ്റെ ബൈക്ക് നിയന്ത്രണം നഷ്ടമായി പിന്നീട് എതിർവശത്ത് വന്ന മറ്റൊരു കാറിനടിയിലേക്കാണ് ഇടിച്ചു കയറിയത്. ഇതിന് പിന്നാലെയാണ് ഈ സാജുവിനെ ഗുരുതരമായി പരിക്കേറ്റുന്നതും. ഉടൻ തന്നെ കളമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സാജുവിൻ്റെ ഒപ്പം ബൈക്കിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റുണ്ട്. അയാൾ ഇപ്പോഴും ചികിത്സയിലാണ്. ശരി, കളമശ്ശേരിയിൽ വാഹനാപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. റാഫി കരീം അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. 90,000-ഓളം പേരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലയ്ക്കലിൽ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് ഭക്തരെ പമ്പയിലേക്കും സന്നിധാനത്തേക്കും കയറ്റിവിടുന്നത്. 14-നാണ് മകരവിളക്ക്. എരുമേലി പേട്ടയ്ക്ക് മുന്നോടിയായുള്ള ആലങ്ങാട്ട് യോഗം പേട്ടപ്പുറപ്പാട് ചെമ്പോലക്കളരിയിൽ നിന്നും ആരംഭിച്ചു. ജനുവരി 10 എരുമേലിയിൽ എത്തിച്ചേരുന്ന സംഘം 11 പേട്ട തുള്ളും. ആലങ്ങാട് യോഗം പെരിയോൻ അമ്പാടത്ത് പ്രദീപ് മേനോൻ നയിക്കുന്ന പേട്ടപ്പുറപ്പാടിന് മന്ത്രി പി രാജീവ് ഭദ്രദീപം കൊളുത്തി. രാജരാജപാണ്ഡ്യൻ രാജവർമ്മ പന്തളം ഭരിച്ചിരുന്ന കാലത്ത് കരിമലയിൽ താമസിച്ചിരുന്ന തിരുമല നായിക്കന്റെ സഹായിയും തസ്കര പ്രമാണിയുമായ ഉദയനനും പടയാളികളും പന്തളം രാജ്യം ആക്രമിച്ച് കൊള്ളയടിച്ചു. കൊള്ളസംഘത്തെ തടയുന്നതിന് പന്തളത്ത് തമ്പുരാൻ ആലങ്ങാട്ട് തമ്പുരാന്റെ സഹായം അഭ്യർത്ഥിച്ചു. പിന്നീടുണ്ടായ യുദ്ധത്തിൽ ഉദയനനെ വധിക്കുകയും കൊള്ളസംഘത്തെ ഇല്ലാതാക്കുകയും ചെയ്തു. തുടർന്ന് അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും എരുമേലിയിൽ ആനന്ദ നൃത്തമാടിയതാണ് ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലെന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ആലങ്ങാട് യോഗം പേട്ടപ്പുറപ്പാട് ആലങ്ങാട് ചെമ്പോലക്കളരിയിൽ നിന്നും ആരംഭിച്ചു. ജനുവരി 11 ഉച്ചയ്ക്ക് അമ്പലപ്പുഴ പേട്ട കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ആകാശത്ത് വെള്ളി നക്ഷത്രം തെളിയുമ്പോൾ ആലങ്ങാട് യോഗത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ ആരംഭിക്കുകയാണ്. ആലങ്ങാട് യോഗം പെരിയോൻ അമ്പാടത്ത് പ്രദീപ് മേനോനാണ് പേട്ടപ്പുറപ്പാട് നയിക്കുന്നത്. എരുമേലിപ്പേട്ട പമ്പ സദ്യ സന്നിധാനത്ത് നടക്കുന്ന എഴുന്നള്ളിപ്പിന് എല്ലാ ഇതിനും ആലങ്ങാട് യോഗം പെരിയോൻ എന്ന നിലയിൽ ഞാൻ മുന്നേ അതിന് ചെമ്പോലക്കളിയുടെ എല്ലാ ഇതും ഞാൻ കൂടെ ആയിരിക്കും ഞങ്ങൾ പേട്ട തുള്ളാം എല്ലാ കാര്യങ്ങൾക്കും നടത്തുന്നത്. ജനുവരി 11 ആകാശത്ത് വെള്ളി നക്ഷത്രത്തിനെ സാക്ഷിയാക്കി ആലങ്ങാട് യോഗം ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടത്തും. 24 കൊച്ചി. കണ്ണൂർ പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൊല്ലത്തെ കൊടിയേറ്റ് ഉത്സവം ജനുവരി 6 മുതൽ 12 വരെയും മകരപ്പൊങ്കാല സമർപ്പണം 14 നടക്കും. 6 വൈകിട്ട് 5 വിളംബര ഘോഷയാത്ര. ഭക്തജന പങ്കാളിത്തം കൊണ്ടും ആചാരങ്ങളുടെ വൈവിധ്യം കൊണ്ടും കണ്ണൂരിലെ ശ്രദ്ധേയമായ ക്ഷേത്രമാണ് പൂവത്തൂർ ക്ഷേത്രം. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ 5 നട തുറക്കും. ജനുവരി 7 മുതൽ 11 വരെ എല്ലാ ദിവസവും നാരായണീയ പാരായണവും ഉണ്ടാകും. 18ാമത്തെ വർഷമാണ്
ഈ വർഷം പൊങ്കാല സമർപ്പണം നടക്കുന്നത്. ധാരാളം ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാരും അതുപോലെ തന്നെ കർണാടക ഭാഗത്തുനിന്നും അമ്മമാർ ഈ ഒരു സൽക്കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് വരാറുണ്ട്. കൊടിയേറ്റ ഉത്സവത്തിന്റെയും പൊങ്കാല സമർപ്പണത്തിന്റെയും സ്വാഗത സംഘം രൂപീകരിച്ചു. പൊതുജന പങ്കാളിത്തത്തോടെയാണ് ഉപസമിതികൾ രൂപീകരിച്ചത്. 14-ാം തീയതി മകരപ്പൊങ്കാലയോടെയാണ് ഉത്സവത്തിന് സമാപനമാകുന്നത്. 24 കണ്ണൂർ. സംസ്ഥാനത്ത് മുട്ട വില കുതിച്ചുയർന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന മുട്ട ഉൽപാദന കേന്ദ്രമായ നാമക്കലിലുണ്ടായ പക്ഷിപ്പനിയാണ് വില ഉയരാൻ കാരണമായത്. കേരളത്തിലെ മാർക്കറ്റുകളിൽ നാമക്കലിൽ നിന്നുള്ള മുട്ടയാണ് എത്തുന്നത്. പക്ഷിപ്പനിയെ തുടർന്ന് നാമക്കലിൽ നിന്നുള്ള മുട്ടയുടെ കയറ്റുമതി കുറഞ്ഞു. ഇതോടെ വിലയും കത്തിക്കയറി. സാധാരണ കോഴിമുട്ട 6 രൂപ 5 രൂപയൊക്കെ ഉണ്ടായിരുന്ന കോഴിമുട്ട ക്രിസ്മസ് കേക്കൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഒരുപാട് കേക്കുകൾ ഉപയോഗം കൂടിയതുകൊണ്ട് അതിന് 8 രൂപ വരെ. ചില്ലറ കടകളിലൊക്കെ 8 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, 7 രൂപ 50 പൈസയ്ക്ക് വിൽക്കുന്നുണ്ട്, 7 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. ഹോൾസെയിൽ വില 7 രൂപ 20 വില വർദ്ധിച്ചതോടെ ആവശ്യക്കാരും കുറഞ്ഞെന്ന് വ്യാപാരികൾ. ചില ആൾക്കാർ വരും, അപ്പോൾ ചില ആൾക്കാർ മേടിക്കാതെ പോവും. പിന്നെ അത്യാവശ്യം മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് പോകും. മുട്ട വില നിശ്ചയിക്കുന്ന നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോഴുള്ളത്. കേരളത്തിൽ ഒരു മുട്ടയുടെ വില 7.5 രൂപയായി. നാമക്കലിൽ നിന്നുള്ള കയറ്റുകൂലിയും കടത്തുകൂലിയും ചേർത്ത് മൊത്ത വ്യാപാരികൾക്ക് 6 രൂപ 35 പൈസയ്ക്കാണ് മുട്ട കിട്ടുന്നത്. 24 കൊച്ചി. നോക്കാം ഇനി കായിക വാർത്തകൾ. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഓൺലൈനായി ചേരുന്ന BCCI സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും ടീം പ്രഖ്യാപനം. പരിക്ക് ഭേദമായി നായകൻ ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തും. സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ തുടരുമ്പോൾ മുഹമ്മദ് ഷമിയെ തിരിച്ചു വിളിക്കുമോ എന്നതിലാണ് ഏറ്റവും വലിയ ആകാംക്ഷ. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 1-ാം സ്ഥാനത്തെ ലീഡ് ഉയർത്താൻ ആഴ്സണൽ ഇന്നിറങ്ങും. സ്പാനിഷ് ലീഗിൽ FC ബാഴ്സലോണ പുതുവർഷത്തെ ആദ്യ പോരാട്ടത്തിനും കളത്തിലെത്തും. പുതുവർഷത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും എല്ലാം തുടങ്ങിയത് പോയിന്റ് നഷ്ടമാക്കി. ഇതോടെ കോളടിച്ചത് ആഴ്സണലിലാണ്. പ്രീമിയർ ലീഗ് പട്ടികയിൽ 1-ാമതുള്ള ആഴ്സണലിന്റെ ലീഡ് 4 ഉയർന്നു. ആ ലീഡ് ഒന്നുകൂടി ഉയർത്താൻ ഇന്ന് രാത്രി 11-ന് ഗണ്ണേഴ്സ് ബോൺമൌത്തിനെതിരെ എവേ പോരാട്ടത്തിനിറങ്ങും. മിന്നും ഫോമിലുള്ള ആഴ്സണലിന് കഴിഞ്ഞ 10 മത്സരങ്ങളിലും ജയമില്ലാത്ത പോയിന്റ് പട്ടികയിൽ 15-ാം സ്ഥാനത്തുള്ള ബോൺമൌത്ത് വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ മത്സരത്തിൽ ആഴ്സണലിനോട് വമ്പൻ തോൽവി വഴങ്ങിയ എമിലിയാനോ മാർട്ടിനസിന്റെ ആസ്റ്റൺ വില്ലയും കളത്തിലെത്തും. ആഴ്സണലിനെതിരായ 4-1 തോൽവിയോടെ ആസ്റ്റൺ വില്ലയുടെ തുടർച്ചയായ 10 ജയങ്ങളുടെ സ്ട്രീക്കിനാണ് സ്റ്റോപ്പ് വീണത്. വൈകിട്ട് 6-ന് നടക്കുന്ന കളിയിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് തറപറ്റിക്കാനായാൽ 2-ാം സ്ഥാനത്തേക്ക് ഉയരാനാകും ആസ്റ്റൺ വില്ലയ്ക്ക്. സ്പാനിഷ് ലീഗിൽ 1-ാം സ്ഥാനത്തെ കുതിപ്പ് തുടരാൻ FC ബാഴ്സലോണയും കളത്തിലെത്തും. ലീഗിൽ കഴിഞ്ഞ 8 കളികളിലും തോൽക്കാതെ കുതിക്കുന്ന കറ്റാലൻസിന്റെ എതിരാളികൾ എസ്പാനിയോളാണ്. ഇന്ത്യൻ സമയം രാത്രി 1:30-ക്കാണ് ഈ മത്സരം. ജയിച്ചാൽ 2-ാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡുമായുള്ള അകലം 7 പോയിന്റായി ഉയർത്താനും ഹാൻസി ഫ്ലിക്കിന്റെ ടീമിനാകും. സ്പോർട്സ് ഡെസ്ക് 24. വേൾഡ് മലയാളി ഫെഡറേഷന്റെ 5-ാമത് ഗ്ലോബൽ കൺവെൻഷൻ ദുബായിൽ നടക്കും. ജനുവരി 16, 17, 18 തീയതികളിൽ നടക്കുന്ന ആഗോള സംഗമത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ചടങ്ങിൽ മന്ത്രി P. പ്രസാദ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കുള്ള അംഗീകാരവും പരിപാടിയിൽ കൈമാറും. 167 രാജ്യങ്ങളിൽ നിന്നുള്ളവർ സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്ന് വേൾഡ് മലയാളി ഫെഡറേഷൻ അറിയിച്ചു. ദുബായിൽ നടക്കുന്ന പരിപാടിയുടെ ഔദ്യോഗിക മീഡിയ പാർട്ട്ണർ 24 ആണ്. നമ്മുടെ WMFന്റെ 5-ാമത് ബൈനിയൽ കൺവെൻഷനാണ് ദുബായിൽ വെച്ച് നടക്കുന്നത്. 16, 17, 18 ജനുവരി മാസം. നമ്മൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മളുടെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ ഒരു 300-ൽ അധികം ആളുകൾ പ്ലസ് അവരുടെ ഫാമിലി, അങ്ങനെ നല്ലൊരു ക്രൗഡിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സുരേഷ് ഗോപിയുണ്ട്, നമ്മുടെ തങ്ങളുണ്ട്, ഇവിടുന്ന് വരുന്നത് VD സതീശനുണ്ടാവും. അങ്ങനെ കുറേയധികം രാഷ്ട്രീയക്കാർ അധികം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മേഖലയിലുള്ള ആളുകളെ നമ്മളുടെ ഈ 167 രാജ്യങ്ങളിലുള്ള മെമ്പേഴ്സിലേക്ക് വിട്ടിട്ട് അവരിൽ നിന്നാണ് നമ്മൾ ഈ സംഭവം അവാർഡ് തിരഞ്ഞെടുക്കുന്നത്. തൃശൂരിലെ ഏറ്റവും വലിയ പ്ലേ സോൺ കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിൽ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പിന്റെ പ്ലേയാസ 20,000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയിലും 100-ലധികം ത്രില്ലിംഗ് ഗെയിമുകളോടും കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. 13 ഇൻഡോർ ത്രിൽ റൈഡുകളും NT സിനിമാ തിയേറ്റർ തുടങ്ങിയ നിരവധി പ്രത്യേകതകളോടും കൂടിയാണ് പ്ലേയാസ ആരംഭിച്ചിരിക്കുന്നത്. നടി പേളിമാണിയാണ് പ്ലേ സോൺ ഉദ്ഘാടനം ചെയ്തത്.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിയാസ് അഹമ്മദ്, ഹൈലൈറ്റ് മാൾ സിഇഒ മുഹമ്മദ് ഫവാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വിസ് സ്കീ റിസോർട്ടായ കാൻസ് മൊണ്ടാനയിൽ പുതുവത്സരാഘോഷത്തിനിടെ 40 പേർ മരിച്ച സംഭവത്തിൽ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടി തുടരുന്നു. 16 വയസ്സുള്ള ഇറ്റാലിയൻ അന്താരാഷ്ട്ര ഗോൾഫ് കളിക്കാരി ഇമ്മാനുവൽ ഗലാപ്പിനി മരിച്ചതായി സ്ഥിരീകരണം. രാജ്യത്ത് 5 ദിവസത്തേക്ക് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷാമ്പയിൻ കുപ്പികളിൽ നിന്നാണ് തീ പടർന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. മെഴുകുതിരികളിൽ നിന്നുള്ള തീ ഷാമ്പയിൻ കുപ്പികളിലേക്കും പിന്നീട് ബാറിന്റെ മുകൾ നിലയിലേക്കും പടരുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. 9 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ദുരന്തത്തിന് ഇരയായത്. യുഎഇയിൽ അനന്തരാവകാശികളോ വിൽപത്രമോ ഇല്ലാത്ത വിദേശികളുടെ സ്വത്ത് മരണശേഷം ഇനി ചാരിറ്റി ഫണ്ടിലേക്ക് മാറ്റും. സിവിൽ നിയമത്തിൽ മാറ്റം വരുത്തിയതായി യുഎഇ മീഡിയ അതോറിറ്റി അറിയിച്ചു. നിയമപരമായ അനിശ്ചിതത്വം ഒഴിവാക്കാനാണ് പുതിയ തീരുമാനം. അനന്തരാവകാശികളോ വിൽപത്രമോ ഇല്ലാത്ത യുഎഇയിലെ വിദേശികളുടെ സ്വത്ത് എന്തു ചെയ്യുമെന്നതിൽ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പുതിയ സിവിൽ നിയമമനുസരിച്ച് ഈ സ്വത്ത് ചാരിറ്റി ഫണ്ടിലേക്ക് മാറ്റും. ഫണ്ടിന്റെ മേൽനോട്ടം പ്രത്യേക അതോറിറ്റിയെ ഏൽപ്പിക്കും. നിയമപരമായ കുരുക്കൊഴിവാക്കുന്നതാണ് പുതിയ തീരുമാനം. ഈ ഫണ്ട് സുതാര്യമായി കൈകാര്യം ചെയ്യും. നേരത്തെ ഇത്തരത്തിൽ അനാഥമാകുന്ന നിക്ഷേപവും മറ്റും ബാങ്കിൽ ഫ്രീസ് ആവുകയായിരുന്നു പതിവ്. ഇതൊഴിവാക്കാൻ കൂടിയാണ് നിയമത്തിൽ മാറ്റം കൊണ്ടുവന്നത്. സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള കുട്ടികളുടെ പ്രായം 15 വയസ്സായും കുറച്ചിട്ടുണ്ട്. നേരത്തെ ഇത് 18 വയസ്സായിരുന്നു. കോടതിയുടെ കൂടി നിരീക്ഷണത്തിലാകും സ്വത്ത് കൈമാറ്റം ചെയ്യാൻ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രാപ്തിയുണ്ടോ എന്ന് വിലയിരുത്തുക. ഈ പ്രായക്കാർക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്വത്ത് കൈകാര്യം ചെയ്യാമെന്നതിൽ വ്യക്തതയില്ല. 24 ദുബായ്. കോഴിക്കോട് പരുത്തിപ്പാറയിൽ യുവതിയെയും കുട്ടിയെയും ഭർത്താവ് വീട്ടിൽ കയറ്റാത്ത സംഭവത്തിൽ ഇടപെട്ട് സാമൂഹ്യ പ്രവർത്തക VP സുഹറ. 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ വാതിൽ പൊളിച്ച് യുവതി അകത്ത് കയറ്റുമെന്ന് VP സുഹറ പറഞ്ഞു. 8 ദിവസമായി വരാന്തയിൽ കഴിയുകയാണ് യുവതിയും കുഞ്ഞും. പരുത്തിപ്പാറ സ്വദേശിയായ ഭർത്താവ് മണ്ണാർക്കൽ പറമ്പ് മുഹമ്മദ് ഫാസിലും കുടുംബവും വീട്ടിൽ കയറ്റാത്തതിനാൽ ദുരിതം അനുഭവിക്കുകയാണ് മലപ്പുറം ചേളാരി സ്വദേശി ഹസീനയും 9 വയസ്സുകാരനായ മകനും. 2015 വിവാഹിതരായ ഫാസിൽ ഹസീന ദമ്പതികൾ കുടുംബ പ്രശ്നത്തെ തുടർന്ന് അകന്നാണ് കഴിയുന്നത്. ഫാസിലിനൊപ്പം ജീവിക്കാൻ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചതോടെയാണ് ഹസീന പരുത്തിപ്പാറയിൽ എത്തിയത്. എന്നാൽ ഇവരെ വീട്ടിൽ കയറ്റുന്നില്ല. ഇവർക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുവന്നിരുന്ന സഹോദരങ്ങളെ തടയുകയും ചെയ്തു. വെള്ളം ബ്ലോക്ക് ചെയ്യുക ഒക്കെ ചെയ്യാണ്. ഒരു ഇടപെടിയും കിട്ടണില്ല എനിക്ക്. അവർ ഒളിച്ചു നിൽക്കാൻ ഞാൻ എപ്പോൾ വരികയാണ് അവർ ഒളിച്ചു നിൽക്കുകയാണ്. അവർ വേറൊരു വിവാഹം കഴിച്ച് മറ്റൊരു ഭാര്യനും കൂട്ടി ജീവിക്കുകയാണ്. എനിക്ക് ഒന്നിക്ക് എന്നെ തന്നാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് വേണ്ട. എന്റെ സാധനം തന്നാൽ എന്നെ ഒഴിവാക്കിയാൽ മതി. ഹസീനയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് സാമൂഹ്യ പ്രവർത്തക VP സുഹറ പറഞ്ഞു. ഇനി ഇവരെ നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും അടിച്ചു പൊളിച്ച് കയറും. കുറച്ച് അധികം ആളുകൾ കയറും. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഇത് ശരിയാവില്ല. ഇങ്ങനെ ഒരു കുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തെരുവിലെറിയുന്ന പരിപാടിയാണ്. മുത്തലാക്കും തലാക്കും പറഞ്ഞിട്ട് അത് ഇനി നടക്കൂല. ഹസീനയെ മൊഴി ചൊല്ലി എന്നും നിയമ നടപടി പുരോഗമിക്കുകയാണ് എന്നുമാണ് ഫാസിലിന്റെ പ്രതികരണം. ഹസീനയുടെയും കുട്ടിയുടെയും അവസ്ഥ 24 വാർത്ത നൽകിയതോടെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും പോലീസിനോടും വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥരോടും റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്.